പത്തനംതിട്ടയിൽ വധൂവരന്മാരെ ഗുണ്ടാസംഘം ആക്രമിച്ചതിന് പിന്നിൽ മുൻവൈരാഗ്യമാണെന്ന വ്യക്തമായ സൂചന ലഭിച്ചെന്ന് പോലീസ്. സദാചാര ഗുണ്ടായിസം എന്ന പേരിൽ എഴുതിത്തള്ളാനിരുന്ന കേസായിരുന്നു വമ്പൻ ട്വിസ്റ്റിന് വഴിമാറിയത്. മുൻപ് നടന്ന അക്രമ സംഭവത്തെക്കുറിച്ചും പോലീസ് വ്യക്തമാക്കി. പോലീസ് നൽകുന്ന വിവരങ്ങൾ ഇങ്ങനെ സംഗ്രഹിക്കാം. വിവാഹ ദിവസം ഫോട്ടോഷൂട്ടിനായി കാറിൽ സഞ്ചരിച്ച നവവരനെയും വധുവിനെയും യുവാക്കൾ വഴിതടഞ്ഞ് മർദ്ദിക്കുകയായിരുന്നു. പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ കല്ലുപ്പാറ നെടുമ്പാറയിലായിരുന്നു സംഭവം. ബൈക്കിന് വശം കൊടുത്തില്ലെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിൽ സഹോദരങ്ങളായ 3 പേർ ഉൾപ്പെടെ 4 പ്രതികളെ പോലീസ് പിടികൂടിയിരുന്നു. കല്ലുപ്പാറ നെടുമ്പാറ മണ്ണഞ്ചേരി മലയിൽ വീട്ടിൽ അഭിജിത്ത് അജി, അഖിൽജിത്ത് അജി, അമൽജിത്ത് അജി എന്നിവർക്കു പുറമെ ഇവരുടെ സുഹൃത്തായ മയൂഖ്നാഥ് എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. നവദമ്പതിമാരായ നെടുമ്പാറ സ്വദേശി മുകേഷ് മോഹൻ, കോട്ടയം കുറിച്ചി സ്വദേശിനി ദീപ്തിമോൾ എന്നിവരെയാണ് പ്രതികൾ കാർ തടഞ്ഞു നിർത്തി പുറത്ത് വലിച്ചിറക്കിയ ശേഷം ക്രൂരമായി മർദ്ദിച്ചത്. കാറും തല്ലി തകർത്തിരുന്നു. ഇക്കഴിഞ്ഞ 17-നായിരുന്നു ഇവരുടെ വിവാഹം. വൈകുന്നേരം 4-ന് മുകേഷും ദീപ്തിമോളും വീട്ടിലേക്ക് സഞ്ചരിച്ച കാറാണ് അഭിജിത്തും സംഘവും തടഞ്ഞു നിർത്തിയത്. വധൂവരന്മാർ യാത്ര ചെയ്ത കാറിൽ ഫോട്ടോഗ്രാഫർമാരും ഉണ്ടായിരുന്നു. കാറിന്റെ മുന്നിൽ കയറി തടഞ്ഞു നിർത്തിയ ശേഷം അഭിജിത്താണ് വരനെയും വധുവിനെയും ആദ്യം ആക്രമിച്ചത്. മറ്റു പ്രതികൾ കാറിന്റെ പിന്നിലെ ഗ്ലാസ് അടിച്ചു തകർത്തു, ഡോറുകൾ ഇടിച്ച് കേടുവരുത്തി. മുകേഷിന്റെ സുഹൃത്തുക്കളും പ്രതികളും തമ്മിൽ 1 വർഷം മുമ്പ് അഭിജിത്ത് അജിയുടെ വിവാഹ ദിവസം അടിപിടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ വൈരാഗ്യം തീർത്തതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അഖിൽജിത്തും അമൽജിത്തും അടിപിടി കേസുകളിലും പ്രതികളാണ്. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്.